എടാ നിന്റെ അടുത്ത് ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞല്ലായിരുന്നോടാ, നീ അവളെ കാത്തിരിക്കേണ്ട, അവൾ നിന്നെ ഒഴിവാക്കാൻ ശ്രമിക്കുവാന്ന്. ഞാൻ പറഞ്ഞ വാക്കിന് ഒരു വിലയും തന്നില്ല നീ. ഇപ്പൊ എന്തോ സംഭവിച്ചേ? ഇന്നലെ പോയി നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലാത്ത കണക്ക് ആ റിലേഷൻ കട്ട് ചെയ്തിട്ടങ്ങ് പോരുന്നു. എടാ നിനക്ക് കർണം പോലൊക്കെ ഒരു അടിയെങ്കിലും കൊടുത്തിടായിരുന്നു. അത് ആലോചിച്ചെങ്കിലും സന്തോഷിച്ചിരിക്കായിരുന്നു. അല്ല ഞാൻ എന്തിനാ അവളെ അടിക്കുന്നേ? നീ ഇരുന്ന് കരടാ, അതാ നിനക്ക് പറ്റിയത്. ഇരുന്ന് കര, എന്റെ പണികൾ നടക്കട്ടെ. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഞാൻ കരയുന്നത് നിന്റെ അടുത്ത് ആരാ പറഞ്ഞേ? എടാ എന്റെ കണ്ണിൽ ഒരു കണ്ണുനീര് പോലും വരുന്നില്ല. പിന്നെ എനിക്കറിയില്ല നീ ഒളിച്ചിരുന്ന് കരയുവാന്ന്. ഈ ചിരിച്ചോണ്ടിരിക്കുന്ന കാണുമ്പോഴേ അറിയാം ഉള്ളു കിടന്ന് പിടയുവാന്ന്. ഒണ്ടാ, ഉള്ളില് വിഷമമുണ്ട്, ദേഷ്യമുണ്ട്, സ്നേഹമുണ്ട്, പലതും ഉണ്ട്. ആരുടെ എന്ത് പറയാനാ? ഒന്നുമില്ലെങ്കിൽ ജീവിതത്തിൽ എത്ര നല്ല നിമിഷങ്ങളിൽ കൂടെ ഉണ്ടായിരുന്നേടാ. എനിക്ക് വേണ്ടി എത്രമാത്രം പ്രാർത്ഥിച്ചിട്ടുള്ളതാ. ഞാൻ ഇവിടെ കിടന്ന് വേദനിച്ച് കഴിഞ്ഞാലേ ഭാവിയിൽ അത് അവളെ ബാധിക്കത്തില്ലേ? അതുകൊണ്ട് വേണ്ട, മരവിച്ചണക്കം നിന്നാ മതി. എടാ വിഷ്ണു, എന്തോ നീ പറയുന്നത്? നീ ഇങ്ങനെയൊന്നും അല്ല. ഇപ്പൊ ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ തന്നെ നീ എൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കാൻ വരുമല്ലേ? അതിപ്പോ എങ്ങനെയാ പറയുന്നേ? നിനക്കറിയാലോ ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലെന്ന്. ചിലപ്പം വിധിച്ചിട്ടുണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഞങ്ങൾ തമ്മി ഒന്നിച്ചിരിക്കുന്നതിൻ്റെ ടൈം കഴിഞ്ഞാണ്. നീ എന്ത് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ അത് വിട്, നിന്റെ കാര്യങ്ങൾ അടക്കട്ടെ. ജീവിതത്തിലെ ചില കാര്യങ്ങളിലേ നമ്മൾ കൂടുതൽ ഇടപെടാതിരിക്കുന്നതാണ് നല്ലത്. അത് അതിൻ്റെ വഴിക്ക് നിങ്ങൾ നടന്നോളൂ.